ദേവ് ട്രാവൽ വേൾഡിൻ്റെ 158ാമത്തെ വീഡിയോ. ക്വാണ്ടം സെഞ്ച്വറി എക്സിബിഷൻ്റെ ചില പ്രതികരണങ്ങൾ. ക്വാണ്ടം സെഞ്ച്വറി എക്സിബിഷൻ സന്ദർശിച്ച ധാരാളം വിഷയവിദഗ്ധരുണ്ട്. അതിൽ ഏതാനും ചിലരുടെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതാണ് ഈ വെള്ളം പോലത്തെ സാധനമാണ് ഇത് സൈക്ലോഎക്സിൻ. സിദ്ധാന്തത്തിൻ്റെ 100ാം വാർഷികമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഹിത്യ പരിഷത്തും ലൂക്കയും കുസാറ്റും സംയുക്തമായി നടക്കുന്ന ഈ പ്രദർശനം കണ്ടു കഴിഞ്ഞല്ലോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? അതെ, ഈ എക്സിബിഷൻ ഞാൻ രാവിലെ വന്നു, കണ്ടു. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ശരിക്ക് നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ചിട്ടാണ് ഓരോന്ന് കണ്ടത്. പല അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, ഇപ്പം ഞാനൊരു സയൻസ് ടീച്ചർ എഡ്യൂക്കേറ്ററാണ്. അപ്പം ഇത് നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം അത് ട്രാൻസാക്ട് ചെയ്യേണ്ടത്, പല അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ കോൺക്രീറ്റൈസ് ചെയ്യാൻ പറ്റും. പല എക്സ്പെരിമെൻറ്റ്സ് നമ്മളിപ്പോൾ മീസ്നർ ഇഫക്റ്റ് ഒക്കെ തിയററ്റിക്കലി പഠിച്ചു, പക്ഷെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മളിവിടെ കണ്ടു. അത് പലപ്പോഴും നമുക്ക് ആ രീതിയിൽ തന്നെ കുട്ടികൾക്ക് അത് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. പലപ്പോഴും ഈ സബ്ജക്റ്റിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കാരണമാണ് കുട്ടികൾ അതിനൊരു ഫർദർ സ്റ്റഡീസിലേക്കൊന്നും പോകാത്തത്. നമുക്കറിയാം, സയൻസാണ് എല്ലാ കുട്ടികളും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ചിലപ്പം ഡീപ്പായിട്ട് ഹയർ ലെവലിലേക്ക് ചിലപ്പോൾ എല്ലാവരും പോയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഒരു ഫണ്ടമെൻ്റൽസ് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് മാത്രമല്ല, ക്വാണ്ടം സയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണമാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൈസ്കൂൾ ലെവലിലെ ടെക്സ്റ്റ് ബുക്കിൽ പോലും ക്വാണ്ടം സയൻസ് വരുന്നുണ്ട്. അപ്പം അത്രയും ബേസിക് ലെവലിലേക്ക് വന്നിട്ടുള്ളൊരു ടോപ്പിക് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന് മുൻകൈ എടുത്തിട്ടുള്ള, അത് ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകൈ എടുത്തിട്ടുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്കയും കുസാറ്റിനെയും എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നല്ലൊരു എഫേർട്ടാണ്. എൻ്റെ സ്റ്റുഡൻസും വരുന്നുണ്ട്. ഞാൻ ഒന്നും കൂടിയും അവരെ ഈ ഒരു സെഷനിലേക്ക് എത്താൻ മോട്ടിവേറ്റ് ചെയ്യും. അവർ മറ്റുള്ള പല സെൻറ്ററിൽ, ഇപ്പോൾ വയനാട്ടിലേക്കുള്ള കുട്ടികളുണ്ട്, മലപ്പുറം ജില്ലയിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെയും വന്ന് കാണണം എന്നൊക്കെ ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ ഈ ക്വാണ്ടം സെഞ്ച്വറി എക്സിബിഷൻ ഇവിടെ വെച്ചാണോ കണ്ടത്? അതെ, എറണാകുളത്ത് വെച്ച് കണ്ടില്ല? പോയിട്ടില്ല, ആദ്യമായിട്ടാണ്. എന്താണ് മാഷിന്റെ പൊതുവേ ഉള്ളൊരു ഇംപ്രഷൻ? പൊതുവെ ഇതുകൊണ്ടുണ്ടാകാവുന്ന ഒരു മാറ്റത്തിലാണ് എനിക്ക് വലിയ പ്രതീക്ഷയുള്ളത്. കാരണം പൊതുവെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സയൻസിൽ താല്പര്യം കുറവാണ്. മാത്രമല്ല, ക്വാണ്ടം സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. അതിനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സിബിറ്റുകളാണ് ഇവിടെ ഉള്ളത്. പലതും അവരെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തും. മാത്രമല്ല, അവർക്കൊരു ഇൻസ്പിറേഷൻ ആകാനും സാധ്യതയുള്ള ഒട്ടേറെ എക്സിബിറ്റുകളുണ്ട്. അതാണ് ഞാനിതിൽ കാണുന്നൊരു വലിയ ഒരു പ്രാധാന്യമായി കാണുന്നത്. സാധാരണ ജനങ്ങൾക്ക് പ്രയോജനകരമായ, അവർക്ക് കൂടുതൽ താല്പര്യം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്ലിക്കേഷനായിരിക്കും. അത് ഏതെല്ലാം തരത്തിൽ സമൂഹത്തിൽ അത് പ്രയോജനപ്പെടുന്നതിലായിരിക്കും ജനങ്ങൾക്ക് താല്പര്യം. ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം, ലോക സമ്പത്തിൻ്റെ 30% ക്വാണ്ടം മെക്കാനിക്സ് ആണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം അതിൽ സംശയമില്ല, തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. താങ്കളെപ്പോലെ മെഡിക്കൽ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതിൻ്റെ വലിയ പ്രയോജനം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ദീർഘനാള് കെമിസ്ട്രി, യൂണിവേഴ്സിറ്റി ലെവലിൽ കെമിസ്ട്രി പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട സംഗതി നമ്മുടെ കരിക്കുലത്തിലും ഇതിലുമൊക്കെ എത്ര കണ്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്? അത് സാറ്റിസ്ഫാക്ടറി ആണോ സത്യത്തിൽ? അല്ല, അത് വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. അത് ക്വാണ്ടം മെക്കാനിക്സ് കുറച്ചെങ്കിലും ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിലും മാത്തമാറ്റിക്സിൻ്റെ ഒരു നല്ല അടിത്തറ ഉണ്ടാവേണ്ടതുണ്ട്. അതിനനുസൃതമായ ഒരു രീതിയിലല്ല ഇന്ന് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ വലിയൊരു ശ്രമം അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ ഞാനിത് പലപ്പോഴും യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്ന കാലത്ത് സജസ്റ്റ് ചെയ്തതാണ്. അതായത് എന്തെല്ലാം മാത്തമാറ്റിക്സ് ആണ്, ഉദാഹരണത്തിന് ഫിസിക്സ് മെയിനായി പഠിക്കുന്നവർ ഏത് മാത്തമാറ്റിക്സ് ആണ് പഠിക്കേണ്ടത്, മാത്തമാറ്റിക്സിൽ ഏത് ഭാഗമാണ് കൂടുതൽ പഠിക്കേണ്ടത്? ഒരു സബ്സിഡിയറി ഒക്കെ ആയിട്ട് നമ്മൾ BSc തലത്തിൽ പഠിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ അവർക്ക് ഏത് ഭാഗത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളതിൽ അതിൽ നമ്മളൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇത് കുട്ടികൾക്ക് ആസ്വദിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അവർ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മക്കപ്പ് ചെയ്ത് ഇക്വേഷനൊക്കെ പഠിച്ച് എഴുതും. പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ കഴിഞ്ഞോളുന്നില്ല. അതിൻ്റെ ഒരു വലിയ പ്രശ്നം വരിക അവർ +2 പഠിപ്പിക്കുമ്പോഴാണ്. +2 ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുന്നില്ലെങ്കിലും ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ +2 പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇത് വേണ്ടത്ര കൃത്യമായി ഉൾക്കൊള്ളാത്തൊരു അധ്യാപകനാണെങ്കിൽ അതൊരു വിഷ്യ സർക്കിളായി മാറും. ആണ് നമുക്ക് നോക്കേണ്ടത്, എന്താ പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള അതിന് 2 കാര്യം വേണം. ഒന്ന്, നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റി ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവണം. 2, ഇതിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ധാരണ വേണം. അതിനെ ഈ എക്സിബിഷൻ എത്രമാത്രം ഗുണം ചെയ്യുന്നു? തീർച്ചയായിട്ടും സഹായിക്കും. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുട്ടികൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ അങ്ങനെ പഠിപ്പിച്ചെടുത്തതിൽ എനിക്കതിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അങ്ങനെ പഠിപ്പിച്ചെടുക്കാം ഈ വിഷയം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അവരുടെ കമ്മിറ്റ്മെന്റ് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഈ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് കുറെ മണിക്കൂറുകൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞത് വളരെ വളരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രതീക്ഷയായിട്ട് കാണുന്ന ഈ ഓൾ എക്സിബിഷന്റെ കാണുന്ന ഒരു 600 മുതൽ 1000 വരെ എക്സ്പ്ലെയിനേഴ്സിനെ നമ്മൾ കേരളം മുഴുവൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു റിസോഴ്സ് ആണ്. ഭാവിയിലേക്ക് നമ്മുടെ വലിയൊരു റിസോഴ്സ് ആണ്. ഞാൻ അതാണ് ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവം. മാത്രമല്ല ഈ കുട്ടികൾ തിരിച്ചു പോയിട്ട് അവരെ ക്ലാസ്സിൽ അവരുടെ സുഹൃത്തുക്കളോട് ഈ ആശയം കൺവേ ചെയ്യും. അപ്പോൾ അതൊരു വലിയ ക്യാൻവാസായി മാറും. അതൊരു വലിയ പോസിറ്റീവ് സൈഡായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ എക്സിബിഷൻ എന്തുകൊണ്ടും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ശാസ്ത്രാസാഹിത്യ പരിഷത്തിനെയും ലൂക്കയെയും കുസാറ്റ് ഇവർ 3 കൂടി ചേർന്നാണ് ഇത് ഉണ്ടാക്കിയ. 3 പേരും അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുസാറ്റിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ അവർ എത്ര മണിക്കൂറുകൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോഴാണ് വലിയ അത്ഭുതം തോന്നുന്നത്. അങ്ങനെ അതിന് തയ്യാറായിട്ടുള്ള ആളുകൾ ഇന്നും ഉണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.